الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സാധ്യമാണ്, എനിക്ക് മാറാൻ കഴിയും എന്ന് നമ്മെ പഠിപ്പിച്ചാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞത്. റമദാനിന്റെ മുൻപ് ഹറാമുകൾ കാണുകയും കേൾക്കുകയും ഹറാമായ പല കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്ത ആളുകൾ ഹറാമുകളോട് പൂർണ്ണമായി അകന്നു നിന്ന, ജീവിതത്തിൽ നിന്ന് അകറ്റിയ ഒരു പവിത്രമായ മാസമാണ് നമ്മൾ ഇന്ന് വിട പറഞ്ഞത്. റമദാനിന്റെ പകലുകളിൽ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായതുകൊണ്ട് മാത്രം, റബ്ബ് പറഞ്ഞു എന്ന ആ ഒരു നിബന്ധനയുണ്ടായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ ജീവിതത്തിൽ അനുവദിച്ചു തന്ന പലതും വേണ്ട എന്ന് വെച്ചവരാണ് നമ്മൾ. റബ്ബിന്റെ കൽപ്പനയുണ്ടായതുകൊണ്ട് വിശക്കുന്നുണ്ട് എന്ന് വയറ് പലതവണ നമ്മൾ ഓർമ്മയാക്കിയിട്ടും നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വിഭവസമൃദ്ധമായ സദ്യയുണ്ടായിട്ടും ഭക്ഷണമുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാനുള്ള സമ്പത്ത് നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായിട്ടും റമദാനിന്റെ പകലുകളിൽ നമ്മൾ ആരും ഭക്ഷണം കഴിക്കാതിരുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയൊന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമുക്ക് അനുവദനീയമാണ്. ഒരു ശക്തമായ കരാറോടുകൂടെ അവരുടെ ശരീരവും അവരുടെ മനസ്സുമൊക്കെ റബ്ബ് നമുക്ക് അനുവദിച്ചു തന്നതാണ്. പക്ഷെ റമദാനിന്റെ പകലുകളിൽ നമ്മൾ ഒരിക്കലും അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോയില്ല. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായതുകൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാചകങ്ങൾ പറയാൻ കാരണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും മാറാൻ കഴിയും, നന്നാവാൻ കഴിയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയാണ് വിശുദ്ധ റമദാൻ വിട പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെയും മാറ്റുകയില്ല, നന്നാക്കുകയില്ല. ഏതുവരെ?
ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വയം മാറാൻ ഞാൻ നന്നാവുമെന്ന് തീരുമാനിക്കാത്ത ഒരു സമൂഹത്തെ റബ്ബ് മാറ്റൂല. എന്നാൽ സ്വയം മാറണം, സ്വയം നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ള ആളുകൾക്ക് മാറാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരും, അവരുടെ ജീവിതം നന്മകൾ നിറഞ്ഞതാകും. അതാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തത്. നമ്മളെല്ലാവരും മാറിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹദീത്ത്, ഈ ഖുതുബയിൽ ഒരൊറ്റ ഹദീത്താണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ തബായഅതും ബിൽ ഐന വഅഖദ്തും മദ്നാബൽ ബഖരി വറദീതും ബിസ്സറ തറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ല ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. വർത്തമാന കാലഘട്ടത്തിൽ ഈ ഹദീസിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ പ്രസക്തിയുണ്ട്. ഈ ഹദീസിൽ പ്രവാചക തിരുമേനി പറയുന്നത്, ഇദാ തബായഅതും ബിൽ ഐന, നിങ്ങൾ ഇന കച്ചവടം നടത്തുകയാണെങ്കിൽ, അഥവാ പലിശയുമായി ബന്ധപ്പെട്ട പരസ്പരം വഞ്ചിക്കുന്ന രീതിയിലുള്ള കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെടുകയാണ് എങ്കിൽ, അതാണ് ഇദാ തബായഅതും ബിൽ ഇന എന്ന് പറഞ്ഞാൽ. വഅഖദ്തും അദ്നാബൽ ബഖർ, ബഖർ എന്ന പദം നമുക്കറിയാം പശുവാണ്. അദ്നാബ് എന്ന് പറഞ്ഞാൽ ദൻബുൻ, വാല്, അതിന്റെ ദനബിന്റെ ബഹുവചനമാണ്. പശുവിന്റെ വാല് നിങ്ങൾ പിടിക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം ദുനിയാവിലെ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പിറകെ ഓടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് വറദീതും ബിസ്സറ. ഈ രണ്ട് വാചകങ്ങളും, ഈ രണ്ട് പദങ്ങളും ദുനിയാവിന്റെ ഐശ്വര്യങ്ങളുടെ പിറകെ മനുഷ്യൻ ഓടുക, ദുനിയാവിലെ സമ്പത്തിന്റെ സൗകര്യങ്ങളുടെയൊക്കെ പിറകെ മനുഷ്യൻ ഓടുകയും ചെയ്താൽ, വതറക്തുമുൽ ജിഹാദ, ജിഹാദ് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ. നോക്കൂ, നിങ്ങൾ ഹദീത്തിന്റെ ഒരു പ്രത്യേകമായ ചേർത്തു വെക്കുന്ന വാചകങ്ങളുണ്ട്. നിങ്ങൾ വഞ്ചിക്കപ്പെടുന്ന രീതിയിൽ, പരസ്പരം വഞ്ചിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടത്തുകയും ദുനിയാവിന്റെ പിറകെ നിങ്ങൾ ഓടുകയും അതേപോലെ തന്നെ ജിഹാദ് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ അടുത്ത വാചകം എന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങളുടെ മേൽ നിന്യതയിട്ട് തരുമെന്നാണ്. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമുള്ള വാചകമാണ്. സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങളുടെ മേൽ നിന്യതയിട്ട് തരും. ആർക്കാണ് ഈ നിന്യത ലഭിക്കുന്നത്? ഈ വർത്തമാന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈദ് ആഘോഷിച്ച് റമദാനിനെ യാത്രയയച്ച ഈ സന്ദർഭത്തിൽ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഹദീത്താണത്. സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു അവരുടെ മേൽ നിന്യതയിട്ട് കൊടുക്കുമെന്നാണ്. ആർക്കാണ് സഹോദരങ്ങളെ? ഒന്ന്, വഞ്ചിക്കുന്ന രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ, മനുഷ്യരെ പരസ്പരം വഞ്ചിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ കൃഷിയുടെയും പശുവിന്റെയും ഒക്കെ കച്ചവടത്തിന്റെയും ഒക്കെ പിറകിലോടി ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാം മറന്ന് പരിശ്രമിക്കുന്ന അവസ്ഥയുണ്ടായാൽ, വതറക്തുമുൽ ജിഹാദ, ഈ പദത്തെ വിശദീകരിക്കുകയാണ് എങ്കിൽ ജിഹാദി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആയുധങ്ങളാണ് വരിക, യുദ്ധമാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്, ജിഹാദിന്റെ ഒരു സാഹചര്യം ആവശ്യപ്പെട്ടാൽ, യുദ്ധത്തിന് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ ജിഹാദ് ഉപേക്ഷിച്ചാൽ ഈ ഹദീസിന്റെ പരിധിയിൽ വരും. എന്നാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം യുദ്ധം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മ കൽപ്പിക്കുന്നത് ഒഴിവാക്കുക, തിന്മ വിരോധിക്കുന്ന ഒഴിവാക്കുക. ഇതൊരു ജിഹാദാണ്. നന്മ കൽപ്പിക്കുക എന്നുള്ളത്, തിന്മ വിരോധിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദാണ്. നോക്കൂ, നിങ്ങൾ ആ ജിഹാദിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം വരികയാണ്. ആ വിവാഹരംഗത്ത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരുപാട് തോന്നിവാസങ്ങളുണ്ട്. അവിടെ നമ്മൾ മിണ്ടാതിരുന്നാൽ, അവിടെ നമ്മൾ മൗനം അവലംബിച്ചാൽ നമ്മൾ ജിഹാദിനെ ഉപേക്ഷിച്ച ആളുകളാണ്. അപ്പൊ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താതിരിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ മേൽ നിന്യതയിട്ട് തരുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങളുടെ മേൽ നിന്യതയിട്ട് തരും. ആ നിന്യത എപ്പോഴാ നീങ്ങാന്നറിയോ? ലാ യൻസിഉഹു, ആ നിന്യത നീങ്ങുകയില്ല, അത് നിങ്ങളിൽ തന്നെ ഉണ്ടാകും. ഏതുവരെ? ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നത് വരെ, ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്നത് വരെ ആ നിന്യത നിങ്ങളുടെ മേലുണ്ടാകും. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മളെ ഭയപ്പെടുത്തേണ്ടതും അതോടൊപ്പം തന്നെ പ്രതീക്ഷ നൽകുന്നതുമായ ഒരു ഹദീസാണ്. രണ്ട് കാര്യങ്ങളും ഇവിടെയുണ്ട്. ഒന്ന്, റബ്ബിന്റെ നിന്യത നമ്മുടെ മേൽ വന്ന് വീഴുമോ എന്ന് ഞാനും നിങ്ങളും ഭയപ്പെടണം. റബ്ബിന്റെ നിന്യത വീഴാതിരിക്കാനുള്ള പരിഹാരം എന്താണ്?
ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്, ദീനിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അവർക്കാണ് ഇസ്സത്തുള്ള ആളുകൾ, അവരാണ് ഇസ്സത്തുള്ള മനുഷ്യന്മാര്. അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിയ ആളുകൾക്ക് അവർ ഇസ്സത്തുള്ള ആളുകളാണ്. അള്ളാഹു പറഞ്ഞില്ലേ, കുൻതും ഖൈറ ഉമ്മ, സ്വഹാബികളെ ചൂണ്ടിയാണ് പറഞ്ഞത്. കുൻതും ഖൈറ ഉമ്മ, നെറികെട്ട ഒരു വൃത്തികെട്ട സമൂഹമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ മനുഷ്യന്മാർ. എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന ആളുകൾ. അവര് ദീനിലേക്ക് വന്നു, അവര് ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അവരാരായി മാറി? കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്ന ഉത്തമ സമുദായമെന്ന് അള്ളാഹു അവരെ ചൂണ്ടി പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിച്ചത്? അവർ ദീനിലേക്ക് വന്നു എന്നുള്ളതാണ് കാരണം. അവർ ദീൻ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് കാരണം. അവർ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് കാരണം. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അതേപോലെ തന്നെ പ്രയാസപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരായ ആളുകൾ, നിങ്ങൾ തന്നെയാണ് പ്രതാപമുള്ള ആളുകളെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മുടെ ദീനിലേക്ക് നമ്മൾ മടങ്ങിയാൽ നമ്മൾ ഇസ്സത്തുള്ള ആളുകളാണ്. കഴിഞ്ഞൊരു മാസക്കാലം നമ്മൾ ദീനിലായിരുന്നു. ദീനിന്റെ ഷിആറുകൾ പാലിച്ച് ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പകർത്തിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ ഉറച്ചു നിൽക്കാൻ, ദീനിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാൻ അവസാനിച്ച ഈ സന്ദർഭത്തിൽ നിരന്തരം ആരാധനകൾ ചെയ്ത ആളുകൾ എന്ന നിലയിൽ മഹാനായ റസൂലുള്ളാഹിയുടെ ഒരു അധ്യാപനം, ഒരു ചെറിയ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്ന ഒരാൾ ചോദിക്കുന്ന, നബിയെ, നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണം, നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു, നീ അല്ലാഹുവിൽ വിശ്വസിക്കണം. അടുത്ത വാചകം എന്താണ്? തുമ്മസ്തഖിം, പിന്നെ നീ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണമെന്നാണ്. ആ വിശ്വാസത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? നമ്മൾ ഇസ്തിഖാമത്തുള്ള ആൾക്കാരാകണം, ദീനിൽ ഇസ്തിഖാമത്തുള്ളവരാകണം, ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാകണം. അതെപ്പോഴും വേണം, റമദാനിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, ഹഖ്ഖ തുഖാത്തിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇംറാനിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇപ്പൊ ഇതായിരിക്കണം നമ്മുടെ ചിന്ത, ഞാൻ മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായിക്കൊണ്ട് തന്നെ മരിക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അതേപോലെയുള്ള പ്രവാചകന്മാർ, അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച വാചകം എന്താണ്? തവഫനി മുസ്ലിമ, റബ്ബേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖനി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമെന്നാണ്. ഇതാണ് നമ്മുടെ ചിന്തയുണ്ടാകേണ്ടത്. ഈ ഒരു വികാരത്തിലാണ്, ഈ ഒരു ചിന്തയിലാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാപണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തുള്ള മനുഷ്യർക്ക് നൽകിയ 5 ഉപദേശങ്ങളുണ്ട്. വളരെ അർത്ഥവത്തായ, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ട 5 ഉപദേശങ്ങൾ. അദ്ദേഹം പറഞ്ഞു, അസ്ലുൽ ഖൈരി കുല്ലുഹു അൻ തഅരിഫ അല്ലാഹ്, എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലാഹുവെ ശരിയായി അറിയുക എന്നുള്ളതാണ്. എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ഇതാണ്. അല്ലാഹുവിനെ അറിഞ്ഞ, അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾക്കാണ് ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ സാധിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഖൈറുകളുടെയും, എല്ലാ നന്മകളുടെയും ബേസ് നമ്മുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ ശരിയായ രീതിയിൽ അറിയാന്നുള്ളതാണ്. എന്ന് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഖൈറുകൾ ഉണ്ടാകുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ്. അള്ളാഹുവിനെ നിങ്ങൾ അറിയണം,
നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സംരക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞു അബ്അദുൽ ഖുലൂബി മിനല്ലാഹിൽ ഖൽബുൽ ഖാസി. അദ്ദേഹം പറഞ്ഞ വാചകം, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഹൃദയം അത് കഠിനമായ ഹൃദയമാണ്. പടച്ചോനിൽ നിന്ന് അകലുന്ന മനസ്സിന്റെ പ്രത്യേകത, ആ ഹൃദയം അത് ഖൽബുൻ, കാഠിന്യമേറിയ ശിദ്ദത്തുള്ള ഹൃദയമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ഹൃദയം അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. വളരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്, ആ കഷ്ണം നന്നായാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി നന്നായി. അല്ല, നിങ്ങൾ അറിയണം വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചു എന്ന് ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിഞ്ഞ, അതേപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നന്മയിലായിരിക്കും. മൂന്നാമത് അവൻ ശ്രദ്ധിക്കേണ്ടത്, സമയത്തെ അവൻ പാഴാക്കാൻ പാടില്ല. സമയത്തെ അവൻ പാഴാക്കാൻ പാടില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത് എന്നാണ്. വെറുതെ സമയം കളയാന്നുള്ളത് മരണത്തെക്കാൾ ഭീകരമാണെന്നാണ്. മരണത്തെക്കാൾ ഭയാനകമാണ് വെറുതെ സമയം കളയാന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം എന്തിന് വിനിയോഗിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാകണം, കൃത്യമായ പ്ലാൻ ഉണ്ടാകണം. നന്മയിലായിരിക്കണം നമ്മുടെ സമയം നമ്മൾ വിനിയോഗിക്കേണ്ടത്. കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുന്ന സമയം ഹൈറാണ് സഹോദരങ്ങളെ. ഭാര്യയുടെ മക്കളുടെ കൂടെ ഒരുമിച്ചിരിക്കുന്ന യാത്ര, അതൊക്കെ ഹൈറാണ്, അതൊക്കെ നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ ഒരാവശ്യവുമില്ലാതെ സമയത്തെ കളയുന്നവരാണ് എങ്കിൽ അവർ ഭയപ്പെടേണ്ടതുണ്ട്. മനുഷ്യന്റെ നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഒന്ന്, അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. അവന്റെ ഹൃദയത്തെ അവനെ സംരക്ഷിക്കണം. സമയം അവൻ എന്ത് ചെയ്യാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല. നാലാമതായി അദ്ദേഹം പറഞ്ഞത് പാപങ്ങളിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. പാപങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ മനുഷ്യന്റെ ജീവിതം നന്മയിലാകും. അദ്ദേഹം പറഞ്ഞു, ലൗ അലിമൽ അബ്ദു മാ ഫീഹിൽ മഅസിയതി മിനൻ നഖ്സി ലതറകഹ ഹയാഅൻ മിനല്ലാഹ്. സുന്ദരമായ ഒരു പ്രയോഗമാണ്. അദ്ദേഹം പറയുന്ന, പാപങ്ങൾ ചെയ്യുന്നതിലൂടെ തനിക്കുണ്ടാകുന്ന കുറവുകളെ കുറിച്ച് ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണം അവൻ അത് ഉപേക്ഷിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മളാരും പരസ്യമായിട്ട് തെറ്റ് ചെയ്യാറില്ല, കാരണം ലജ്ജുള്ള ആളുകളാണ്. നമ്മൾ ഒരു മോഷണം നടത്തേണ്ട ഒരു സാഹചര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അയാൾ എത്ര രഹസ്യമായിട്ട് അത് ചെയ്യാം. അത്തരം പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്യുന്നത് സ്വകാര്യമായി കൊണ്ടാണ്, രഹസ്യമായി കൊണ്ടാണ്. നാം ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവർ അറിയുന്നതിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്, നമ്മൾ ലജ്ജിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ അറിയുന്ന ഒരാൾ, ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരാൾ, സമയത്തെ പാലിക്കുന്ന ഒരാൾ, അയാൾക്കൊരിക്കലും തെറ്റ് ചെയ്യാൻ സാധ്യമല്ല, അയാൾ തെറ്റിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് തന്നെ നന്മയാഗ്രഹിക്കുന്ന ആളുകൾ അവർ പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, അകന്നു നിൽക്കണമെന്ന് മഹാപണ്ഡിതൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞത്, മൻ ഹബ്ബ ദുനിയ അദ്മന അല തലാത്ത, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. എന്നാൽ അദ്ദേഹം അതിന് ഉദാഹരണമായി പറയുന്നത്, ദുനിയാവിനെ അമിതമായി സ്നേഹിക്കുന്നവൻ 3 കാര്യങ്ങൾക്ക് അടിമയാകുമെന്നാണ്. മൻ ഹബ്ബ ദുനിയ അദ്മന അല തലാത്തി, 3 കാര്യങ്ങൾക്ക് അയാൾ അടിമയായിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ദുനിയാവിന്റെ അടിമകളാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഹമ്മിൻ ലാ യൻഫഖു. അദ്ദേഹം പറഞ്ഞ വാചകം, ഒന്ന്, ഒഴിയാത്ത ഉത്കണ്ഠ. മനസ്സിനെന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല, വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകും. ഈ അസ്വസ്ഥതയുള്ള ആളാരാ? ദുനിയാവിനെ അമിതമായി സ്നേഹിക്കുന്നവനാണ്, ദുനിയാവിന്റെ പിറകെ അമിതമായി ഓടുന്നവനാണ്. അതേപോലെ തന്നെ തീരാത്ത ക്ഷീണമുണ്ടാകും. ദുനിയാവിന്റെ പിറകെ ഓടുന്ന മനുഷ്യർ തീരാത്ത ക്ഷീണം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരിക്കലും അവസാനിക്കാത്ത ഖേദമുണ്ടാകും. എത്ര കിട്ടിയാലും മതി വരില്ല, അവസാനിക്കാത്ത ഖേദത്തിന്റെ ഉടമയായിരിക്കും അവൻ. അതാണ് ദുനിയാവിനോട് അമിതമായി താല്പര്യം വെച്ചു പുലർത്തരുത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബ്. എന്ന പ്രവാചകന്റെ പ്രാർത്ഥന, അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്. അല്ലാഹുവേ, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ആരായി പ്രാർത്ഥിക്കുന്നത്? ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും ഭക്തിയുള്ള, ഏറ്റവും അല്ലാഹുവിനെ പേടിച്ച ഒരാൾ. അദ്ദേഹം പ്രാർത്ഥിക്കുക, പടച്ചോനെ, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ തഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ. ആർത്തിയടങ്ങാത്ത മനസ്സ്, കൊതി തീരാത്ത മനസ്സ്, എന്ത് കിട്ടിയാലും മതിയാകാത്ത മനസ്സ്, അത് അപകടമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാവൽ ചോദിച്ചു. നാലാമതായി നബി പറഞ്ഞത് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നിർവഹിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യവും സമയവും അതേപോലെ തന്നെ കഴിവുകളും എല്ലാം ഉപയോഗിച്ച് ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നതിന്റെ കൂടെ പരലോകത്തെ മറക്കാതെ നമ്മൾ ജീവിക്കുക. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുമായി അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഏത് സമയവും ഈ ലോകത്ത് വിട പറയേണ്ടവരാണ് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ ആഘോഷത്തിന്റെ പെരുന്നാളിന്റെ സുദിനത്തിൽ ആഘോഷിക്കാൻ കഴിയാത്ത അനേകായിരം മനുഷ്യരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.